കേരളത്തിൽ ഇതുവരെ ഉദ്ഘാടനം ചെയ്യാത്ത ഒരു ഡാം നിങ്ങൾക്കറിയോ? ഏതാണെന്ന്? ഞങ്ങൾക്കറിയാം. അറിയോന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഇട്ടോ, ഇല്ലെങ്കിൽ ദേ ഇപ്പൊ കാണിച്ചു തരാം. ഞങ്ങള് ദേ ഇവിടെ അങ്ങനെ നമ്മുടെ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് എത്തി. ഇത് ശിരുവാണിലേക്ക് പോകുന്ന ഇഞ്ചിക്കുന്ന് ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്നാണ് നമുക്കിനി അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ കയറിയിട്ട് നമ്മൾ നമ്മുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടതാ ശിരുവാണി ഇക്കോ ടൂറിസം സെൻറ്ററിലേക്ക് നമുക്ക് പോകാനുള്ള ചെക്ക് പോസ്റ്റാണിത്. ഇവിടെ കയറി നമ്മളിതാ ഇവിടെ ഇതാണ് ഇതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ കണ്ടതാ. 9 മണിക്ക് കയറാം, പിന്നെ 12 മണിക്ക് കയറാം, പിന്നെ 2:30. അതിന് പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. 5 പേർക്ക് 2000, 7 പേർക്ക് അങ്ങനെയുള്ള റേറ്റും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. പിന്നെ അതിൻ്റെ നിയമ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ. ഞങ്ങൾ കാണാനുള്ള നല്ല എക്സൈറ്റ്മെന്റിലാണ്. നല്ല വൈബ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സൺറൂഫിലേക്ക്. ശരി, നമ്മളിപ്പോൾ ഈ പോകുന്നത് ശിരുവാണി എക്കോ ടൂറിസം സഫാരി പാക്കേജ് എന്ന് പറഞ്ഞൊരു പാക്കേജാണ്. ഇത് മുമ്പ് പ്രളയത്തിൻ്റെ സമയത്ത് നിർത്തിവെച്ചതാണ്. പിന്നീട് 2024 ഇത് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 21 കിലോമീറ്റർ കാട്ടിക്കൂടിയുള്ളൊരു യാത്രയാണ്. നമ്മളോടൊപ്പം ഒരു ഗൈഡ് ഉണ്ടാവും. അവിടുത്തെ ഒരു ട്രൈബൽ കോളനി ഉണ്ട്. 36 ഫാമിലി അടങ്ങുന്ന ഒരു ട്രൈബൽ കോളനിയിലെ ഓരോ ആളുകളാണ് നമ്മളോടൊപ്പം വരുന്നത്, നമ്മൾ ഈ സ്ഥലങ്ങളെ കാണിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ ഒരു വരുമാനം കൂടിയാണ് ഈ ഒരു ടൂറിസം പാക്കേജ്. ഇത് വനം വകുപ്പാണ് ഈ ടൂറിസം പാക്കേജ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൂടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടൊക്കെ ഇവിടെ വന്നിട്ട് ഈ പാക്കേജിലൊക്കെ വന്ന് നിങ്ങൾക്കും ഇതൊക്കെ കാണാം. ഒരു മരത്തിന് വേണ്ടിയിട്ടേ ഒരു നാഷണൽ പാർക്ക് വരെ ഉണ്ട് നമ്മുടെ കൊല്ലത്ത്, അല്ലേ? ഏതാണ് ബ്രോ ആ മരം? ട്രാവൻകൂറിക്ക എന്നറിയപ്പെടുന്ന ചെങ്കുർണി മരം. ചെങ്കുർണി നാഷണൽ പാർക്ക് കൊല്ലത്തുണ്ട്. 1984 അത് രൂപം കൊണ്ടത്. ആ മരം ഇവിടെ ഉണ്ട്. ഈ ഒരു മരത്തിന് വേണ്ടിട്ട് ഒരു നാഷണൽ പാർക്ക് വരെ നമ്മുടെ കൊല്ലത്തുണ്ട്. അപ്പൊ അത്രയും പ്രത്യേകതയുള്ളൊരു മരമാണിത്. ഇതിന്റെ പേര് ഇതാ ചെങ്കുറിഞ്ഞി ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. കൊള്ളാലോ അല്ലേ? ഇതൊറ്റ ഒന്നേ ഇവിടെ ഉള്ളൂ. ഇതെല്ലാം തന്നെയാണ്. കണ്ട ഈ ഒരു മരം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ശിർവാണി ഡാമിലേക്ക് പോകുന്ന വഴിക്കല്ലേ നമ്മുടെ ഇവിടെ ഉണ്ട് കണ്ട. അപ്പോൾ ഞങ്ങളിത് ഇവിടെ വണ്ടി നിർത്തി ഈ മരം ഒന്ന് കാണാം. ഇത്രയും പ്രത്യേകതയുള്ളൊരു മരം ഉണ്ടായിട്ട് ഇത് കാണാതെ പോകുന്ന ശരിയല്ല എന്ന് വെച്ച് കയറിയതാണ്. അപ്പോൾ ഇത് കണ്ടു, കൊള്ളാം. നമ്മളിപ്പോൾ ചെന്ന് കയറാൻ വേണ്ടി പോകുന്നത് ഒരു സ്വർഗത്തിലേക്കാണെന്നൊക്കെ പറയൂലേ, അതുപോലെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ നടന്ന് നീങ്ങുന്നത് ഒരു കിടിലനൊരു സ്പോട്ടിലേക്കാണ്, അല്ലേ? ഒന്ന് കണ്ടാൽ ആ സ്പോട്ട് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല, നല്ല അടിപൊളി ഒരു സ്ഥലം. നമ്മളിതേ ആ മല ഇങ്ങനെ ഇറങ്ങി താഴോട്ടിങ്ങ് വന്നു കഴിയുമ്പോൾ കാണുന്ന ഒരു അടിപൊളി പുഴ കേട്ടാ. എന്താ രസം നോക്കി കാണാൻ. ഇത്രയും നമ്മൾ കയറി കഴിഞ്ഞിട്ട് മലമുകളിൽ ഇങ്ങനെ ഒരു പുഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല, അല്ലേ? ഇതാ ഇതുപോലെ നല്ല അടിപൊളി, കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ എടുത്ത് ചാടാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു പുഴ. നല്ല ഭംഗിയുണ്ട്. ചുറ്റും ഒരുപാട് മലകളും മരങ്ങളും നടുക്കൊരു പുഴയും. കിടിലം വ്യൂ അല്ലേ? ഇത് ശരിക്കും പണ്ട് നമ്മളിങ്ങനെ സീനറി വരച്ചു വെക്കുന്ന പോലെയുണ്ട്. മുമ്പ് ഇങ്ങനെ വരച്ചു വെക്കുന്ന ഒരു സീനറി പോലെയുണ്ട്. അടിപൊളി. ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ഒരുപാട് ഇനിയുണ്ട് നമുക്ക് നടന്ന് കാണാം. ഇതൊരു പുഴയാണ്. ഇതിൻ്റെ ഏകദേശം ഒരു 5 കിലോമീറ്റർ പോയിട്ട് ഒരു ജംഗ്ഷൻ എത്തിയിട്ട് അവിടെ 2 പുഴയും കൂടി ചേർന്ന്. കേരളത്തിൽ ഇതുവരെ ഉദ്ഘാടനം ചെയ്യാത്ത ഒരു ഡാം നിങ്ങൾക്കറിയോ? ഏതാണെന്ന്? ഞങ്ങൾക്കറിയാം. അറിയോന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഇട്ടോ, ഇല്ലെങ്കിൽ ദേ ഇപ്പൊ കാണിച്ചു തരാം, അല്ലേ? വേറെ എവിടെയല്ല, നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ശിരുവാണി ഡാം. കണ്ട ഇതാണ് ആ ഡാം. ദേ ആ ഡാമിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് നല്ല അടിപൊളി വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം, അല്ലേ? ഇത് ഇവിടുന്ന് ഈ വെള്ളം കൂടുതലായിട്ടും പോകുന്നത് കോയമ്പത്തൂരിലേക്കാണെന്നാണ് നമ്മുടെ ബ്രോ പറഞ്ഞത്. ഇവിടെ ഈ 99% കോയമ്പത്തൂരിൻ്റെ വെള്ളത്തിൻ്റെ മെയിൻ സ്രോതസ് എന്ന് പറയുന്നത് ഈ ഡാമിൽ നിന്നുള്ള വെള്ളമാണ്. അതായത് ഏഷ്യയിലെ തന്നെ 2ാമത്തെ ശുദ്ധജലം കിട്ടുന്നത് ഈ ശിരുവാണി ഡാമിൽ നിന്നാണ് കേട്ടോ. പാലക്കാടാണ്. നമുക്ക് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി കഴിഞ്ഞു. ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല ഈ ഡാം.
2 തവണയായിട്ട് ഉദ്ഘാടനത്തിന് വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് ആ സ്തൂപം കണ്ടേ, ആ അതില് ഉദ്ഘാടനം ചെയ്തവരെ ഒന്നും ഇല്ലല്ലോ. ആ കണ്ട അതായത് പൊതുവേ നമ്മൾ ഇങ്ങനെ ഒരു സ്തൂപത്തിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്തതായിട്ടുള്ള പേരും ഇനാഗുറേറ്റഡ് ബൈ ഒക്കെ ഉണ്ടാവുമല്ലോ. കണ്ട ഇവിടെ അങ്ങനെയുള്ളതൊന്നുമില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതുവരെ ഉദ്ഘാടനം ചെയ്യാത്ത ഒരു ഡാം. ചോദ്യം വന്നാല് ആരും മറക്കണ്ട, നമുക്കേ അറിയാത്തേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ശിരുവാണി ഡാം നമുക്ക് പണ്ടേ അറിയാന്നറിയില്ല. അതെ, പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ. ഓരോ അറിവും ചെറുതല്ലെന്നല്ലേ, വലുതാണ്. അപ്പോൾ എന്തായാലും ശിരുവാണി ഡാം ഒന്ന് ഫുള്ളായിട്ട് നടന്ന് നമ്മളൊന്ന് കാണട്ടെ. നല്ല അടിപൊളി വ്യൂ അല്ലേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ ഇതുപോലെ കാണാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കൂടി കാണിച്ചു തരാം അല്ലേ. നമ്മളിപ്പോൾ കണ്ട ആ ഡാമിൻ്റെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നോക്കേ, എന്താ ഒരു രസം കാണാൻ. ഊഫ്, നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട ആ ഡാമിൻ്റെ അവിടുത്തെ കവാടം, അതിൻ്റെ ഇത് ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ലേ? ശരിക്കൊരു തമിഴ്നാട് ഡിസൈനായിരുന്നു. ഇവിടത്തെ ഡിസൈൻ നോക്കിയേ, ഇതാ നമ്മുടെ കേരള ട്രഡീഷണൽ ആ ഒരു ഡിസൈൻ കണ്ട. ആ ഡാം നിർമ്മിച്ചപ്പോൾ ഏകദേശം 1970കളിലാണ് ഈ ഡാം പണി പൂർത്തിയായെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ചെയ്തു വെച്ച ആ ഒരു രീതി അത് കണ്ട. ഇവിടെ നിന്ന് കേരളത്തിൻ്റെ ആ ഒരു ഗേറ്റ് ട്രഡീഷണൽ രീതിയിലുള്ളത്, അപ്പുറം നമ്മൾ നേരത്തെ കണ്ട തമിഴ്നാടിൻ്റെ ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഗേറ്റ് കണ്ട. ഇതാണ് അപ്പുറം ഇപ്പുറമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഏതാണ്ട് സെയിം തന്നെ, നമ്മളപ്പുറം കണ്ടതൊക്കെ തന്നെ. പക്ഷേ എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. അതുപോലെ നല്ല അടിപൊളി സൂപ്പർ പൊളിയല്ലിയാ. നല്ല കാറ്റല്ലേ. നമ്മുടെ വണ്ടി അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് കണ്ട. നല്ല കാറ്റ്, തണുത്ത കാറ്റ്, കൂടാതെ ഈ വ്യൂ. എല്ലായിടത്തും വ്യൂ തന്നെയാണ്. ഞാൻ കുറേ നേരം ഇത് കാണിക്കുന്നത്, എന്നാൽ ഇത് കാണിക്കാതിരിക്കാൻ പറ്റിയില്ല. നോക്കിയേ, ഓഫ് എന്താ നോക്കി. ശരിക്കും പറഞ്ഞാൽ ഒരു നടുക്ക് ഇങ്ങനെ വെള്ളം, ചുറ്റും മല, ആ മലക്ക് നടുക്കായിട്ട് ഇങ്ങനെ വെള്ളവും കിടക്കുന്നു. അടിപൊളി. ഞങ്ങൾ അവിടെ നിന്ന് കയറിയപ്പോ തൊട്ട് ആനയുടെ കാര്യങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഫുള്ള് ഇതിലെ ആന അങ്ങോട്ട് ഓടിയത് ഇങ്ങോട്ട് ഓടിയിട്ടുള്ള ചാലുകളാണ് അല്ലേ. ഇപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ രാഹുൽ ബ്രോ ഇങ്ങനെ പറഞ്ഞു തന്നു, ആനനെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങളും ആനയുടെ സഞ്ചാരവും വഴിയും കാര്യങ്ങളൊക്കെ. ഇവിടെ ആന മാത്രമല്ല, ഈ കാട്ടില് കടുവയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത് അല്ലെ. കടുവയൊക്കെ അത്യാവശ്യം മെയിൻ കടുവയുടെ സ്പോട്ടാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 2 തവണയാണ് കടുവനെ സ്പോട്ട് ചെയ്തിട്ടുള്ളത് ലൈവായിട്ട്. അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. അതിനുള്ള ഭാഗ്യം കിട്ടി, കടുവനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും കടുവനെ ഒന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ ആനയും ആനപ്പിണ്ടും ആന പോകുന്ന വഴികളും കാണാൻ വേണ്ടി പറ്റി. എന്തായാലും ഞങ്ങൾക്ക് ആനനെ കാണണം എന്ന് ഇവിടുന്ന് വലിയ ആഗ്രഹമൊന്നും ഇല്ല അല്ലേ അളിയാ. വെറുതെ എന്തിനാണ് ആനയെല്ലാം കണ്ട് നമ്മളിങ്ങനെ ഒട്ടുമില്ല. പക്ഷേ അതന്നെ ഫുള്ള് ആന പോയ വഴികൾ തന്നെ കേട്ടാ. ഇഷ്ടം പോലെ ആനയുണ്ടെന്നാ പറഞ്ഞത്. വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം ഈ ഭാഗത്തോട്ട് അടുക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് സഞ്ചാരം ഇല്ല. 6 മണിക്ക് ശേഷം ടൂറിസ്റ്റുകളെയൊന്നും കടത്തി വിടയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ആനകളെ പറ്റി ആനയാണത് പഠിക്കണം. സംഭവം എല്ലാം അടിപൊളി അല്ലേ. ശരിക്കും കാട്ടിലേക്കുള്ള യാത്രയും ഇതൊക്കെ അടിപൊളിയാണ്. പക്ഷെ ചെയ്യേണ്ട ഒരു കാര്യം മെയിനായിട്ട് നമ്മുടെ ഗവൺമെൻറ് ടൂറിസം എല്ലാം ഇങ്ങനെയെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന സമയത്ത് ശരി പറഞ്ഞ് ഇവിടത്തേക്കുള്ള റോഡും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ അത് നല്ലതായിരിക്കും. കാരണം ഇവിടെ വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഒരു റോഡാണല്ലോ അത്യാവശ്യം. അപ്പോൾ റോഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര ശോകമാണ്. റോഡ് ഒട്ടും ഇല്ലെന്ന് തന്നെ പറയാം. ഒരു ഓഫ് റോഡ് യാത്രയാണത്. എന്തെങ്കിലും ഒരു അത്യാവശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനൊന്നും മാർഗമില്ല. കാരണം റോഡ് അതുപോലെ ഉള്ളത്. അപ്പോൾ അതും കൂടി ഓക്കെ ആണെങ്കിൽ എല്ലാം ഓക്കെ ആയിരിക്കും. ഞങ്ങൾ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കുന്ന് കയറി ഇങ്ങനെ ഫുൾ ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആന പോകുന്ന വഴികളും അതെല്ലാം കയറി ഇവിടെ എത്തിയത്. ഇപ്പോൾ ഇവിടെ ഒരു പിക്കപ്പ് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെയാണ് കണ്ട. ഇവിടെ ചെറിയൊരു ടോയ്ലറ്റ്, പിന്നെ ഇവരുടെ ഒരു എന്താ പറയുക, ഇതൊരു പിക്കപ്പ് സ്റ്റേഷൻ അല്ലേ. പിക്കപ്പ് സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വേണ്ടതേ. ഇവിടെ നിന്ന് ഇനി 1 കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മുകളിലേക്ക് എത്തും മലേൻ്റെ അല്ലേ. എന്താണ് ശരിക്കും അവിടെ പറയുന്നത്? കേരളാമേട് പുൽമേട്. കേരളാമേട് പുൽമേട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നടന്നാൽ അങ്ങോട്ട് എത്താൻ പോകുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും പോകണം, കാണണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിൽ
നല്ല മഴ പെയ്യാനുള്ള സാധ്യത ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് എവിടെയോ അല്ലേ പെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മഴയത്തായി പോവും. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കണ്ണൂർ പിടിക്കേണ്ടതല്ലേ, അപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. പക്ഷെ അതിൻ്റെ വ്യൂ നമ്മുടെ ബ്രോയിൻ്റെ കയ്യിലുണ്ട്, എനിക്ക് കിട്ടും. അത് ഞാൻ അതിനകത്തേക്ക് ഉൾപ്പെടുത്താം. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. എല്ലാവർക്കും പിന്നെ നടക്കാൻ അത്യാവശ്യം മടിയെല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും 1 കിലോമീറ്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നടന്നെല്ലാവരും പോയി കാണുക. അടിപൊളി വ്യൂ ആണെന്നാണ് പറഞ്ഞത്. ആ വ്യൂ ഞാൻ അവിടെ ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നത് 12 വർഷത്തിന് ശേഷം വീണ്ടും ഒരാളെ കാണാനായിട്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ആളെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഒരു 12 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളെ സംസാരത്തിൽ എല്ലാ സംസാരത്തിലും ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ്. നമ്മള് ഞാൻ ഗൾഫിലായിരിക്കുന്ന സമയത്ത് പ്രേമിക്കുന്ന സമയത്ത് അധികം സംസാരിക്കുമ്പോ എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പൊ ആളെ 12 വർഷം ശേഷം കാണുകയാണ്. ഞാൻ കാണിച്ചു തരാം. മൊയ്തിക്ക നമസ്കാരം. ഇത് മൊയ്തിക്ക നമ്മൾ ഒരുമിച്ച് ഗൾഫിൽ ഒരു റൂമിൽ ഒരു കട്ടിൽ എന്ന് പറയാം അതുപോലെ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ 12 വർഷം ആയി കണ്ടിട്ട് സത്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാലക്കാടാണ്, ഞങ്ങൾ കണ്ണൂരാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പാലക്കാട് ഒരു ആവശ്യമായിട്ട് വന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോഴാണ് വലിയ ദൂരമൊന്നുമില്ല, ഒരു 10 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പം നേരെ ഇങ്ങ് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. അവിടെ വെച്ച് കണ്ടതാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് കണ്ടിട്ടേ ഇല്ല. പല ബന്ധങ്ങളും അങ്ങനെയാണ്. ഗൾഫിലൊക്കെ നമ്മൾ ഒരുമിച്ചുണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരിക്കും. നാട്ടിൽ വന്നു കഴിയുമ്പോൾ എല്ലാവരും അവരവരുടെ പ്രാരാബ്ദങ്ങളിലായി കഷ്ടപ്പാടുകളിൽ ഓട്ടത്തിലായി ചാട്ടത്തിലായി വരുമ്പോൾ ആരെയും കാണൂല. പിന്നെ എന്തു പറയുന്നു, സുഖമല്ലേ? ഇതാണ് മൊയ്തിക്കാന്റെ കട, ബേക്കറി അല്ല, എന്താ പേര് നമ്മുടെ ബേക്കറിന്റെ? PM ബേക്കറി. ഇത് എളമ്പുളശ്ശേരി അല്ലേ? പാലക്കാട് എളമ്പുളശ്ശേരി, മണ്ണാർക്കാട് എളമ്പുളശ്ശേരി. ഇത് ഇവിടെ തന്നെ അടുത്ത് തന്നെയല്ലേ വീട്? എളമ്പുളശ്ശേരി അല്ലേ? ഇത് വല്ലാത്ത പേരാണ് പറയാൻ പറഞ്ഞത്. അപ്പൊ മൊയ്തിക്കാന്റെ കട, ബേക്കറി എല്ലാം കൂടിയാണല്ലേ ഇത്? ബേക്കറിയും പിന്നെ ചായ ഒക്കെ ഉണ്ടല്ലേ, ടീ സ്റ്റാള് എല്ലാ സംഭവം ഉണ്ട്. അവിടെ മൊയ്തിക്കൊക്കെ മറ്റേ ഇതായിരുന്നു, മറ്റേ ബക്കാല, നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. അവിടെ നിന്നാണ് നമ്മളെല്ലാ സാധനവും വാങ്ങി അടിക്കല്. എന്തായാലും വീട്ടിലേക്ക് പോയാലോ നമുക്ക്? ഞങ്ങള് ഇതേ അങ്ങനെ മൊയ്തിക്കട വീട്ടിൽ വന്നു. ഇവിടെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഒരുപാട് ഞാൻ അതെല്ലാം ചോദിക്കുന്നത്. ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് നിങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ആക്കി. ചിക്കൻ, അതുപോലെ തന്നെ ഇതെന്താ മീൻകറി, ചോറ്, പിന്നെ പത്തിരി, അങ്ങനത്തെ എന്താ സംഭവം. പിന്നെ ഒന്നും പറയണ്ട, ഫുഡ് നല്ല വിശപ്പുണ്ട് ഞങ്ങൾക്ക്. എന്നാ പിന്നെ ഫുഡ് മൊയ്തിക്കന്റെ ഭാര്യനൊന്ന് പരിചയപ്പെടുത്തേ, ഒന്ന് പരിചയപ്പെടുത്തപ്പോ. കുഴപ്പമില്ല, എന്നാലെന്താ നമുക്ക് ഇവിടെ നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളു, പണ്ടേ ഫോൺ വിളിക്കുന്നില്ല എനിക്ക്. അപ്പൊ എന്തായാലും ഇവിടെ വന്ന് ഒരു പണ്ട് കല്യാണത്തിന് മുന്നേ എന്നോട് പറയും, എടി കല്യാണം കഴിഞ്ഞ പാട് നമുക്ക് ഒരാഴ്ച മൊയ്തിക്കാന്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഫുൾ ടൂർ നിന്നെ പാലക്കാട് മൊത്തം കാണിക്കുന്നു. 12 വർഷത്തിന് ശേഷം നടന്നില്ലേ കല്യാണം? ചെറിയ സമയമല്ലേ എടുത്തോളൂ. കല്യാണം കഴിഞ്ഞ ഒരു 12 വർഷം അത്രയല്ലേ എടുത്തോളൂ. മാത്രമേ ഉള്ളൂ, ഒരു 12 വർഷം. ഞാൻ അതാണ് പിള്ളേരും കൂടി ആയിട്ട് ഒരുമിച്ച് വരാന്ന് വെച്ചിട്ടാ. അപ്പൊ എന്തായാലും ഇപ്പൊ വന്നിട്ടുണ്ട്. നീ എല്ലാം കണ്ടില്ലേ, നീ പാലക്കാടെല്ലാം നീ ഭക്ഷണം കഴിച്ചോണ്ടാ. പിന്നെ ഒരിക്കലും ഇരിക്കും, നമുക്ക് എല്ലാവരും കഴിക്കാം. എന്നാ പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കാം. അപ്പൊ എന്തായാലും ഒരുപാട് സമയം ചെലവഴിക്കാൻ ഇവിടെ ഇല്ല, നമുക്ക് അങ്ങ് കണ്ണൂരെത്തണ്ടേ. ഇപ്പൊ തന്നെ സമയം ഏതാണ്ട് 4 മണി ആവാനായി. അപ്പം എല്ലാം അങ്ങ് വിടാൻ നോക്കുന്നു മൊയ്തിക്ക. എന്തായാലും ഇവിടെ വന്ന് ഒന്ന് നിങ്ങളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറിയ കാലമല്ലല്ലോ, ഒരു 12 വർഷത്തിന് ശേഷം കാണുന്നതല്ലേ. അപ്പോൾ എന്തായാലും കണ്ട് ഇവിടെ വന്നൊന്ന് വീണ്ടും കൂടാൻ വേണ്ടി പറ്റി. ഇനി അങ്ങോട്ടേക്ക് പോകാം ഒരു ദിവസം കണ്ണൂർക്ക് കേട്ടാ. അപ്പം എല്ലാവരും മോനെ ടാറ്റ, ഇറങ്ങി കേട്ടാ. നീ വിളിക്കണ വരുന്നില്ലേ? ടാറ്റെല്ലാം എന്നാ പിന്നെ ഓക്കെ ഗൈസ്. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വ്ളോഗും വൈൻഡപ്പ് അടിക്കാം. അത് ഞാൻ അന്നേ പറഞ്ഞു, കുറച്ച് ദിവസം നിന്നിട്ട് നമുക്ക് കറക്കിയിട്ട് 12 വർഷം ചെറിയൊരു കാലയളവ് മഴ പെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും ഈ വ്ളോഗും വൈൻഡപ്പ് അടിക്കാം. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളപ്പോൾ വീട്ടിൽ നിന്ന് വിട്ട് ഇവിടെ നമ്മുടെ മൊയ്തിക്കാൻ്റെ വീട്ടിൽ ഈ വ്ളോഗും വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാറ്റ. അയ്യോ, ഭക്ഷണം സൂപ്പറായിരുന്നു, അടിപൊളി. അപ്പൊ സൂപ്പർ. ടാറ്റ. ഓ അപ്പൊ ടാറ്റ. ടാറ്റ. ഓക്കെ, റെഡി.